ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും. ആ പ്രമാണി അടുത്ത് വന്ന് കർത്താവിനോട് പറയുന്നത് നല്ലൊരു വാർത്തയല്ല. തൻ്റെ മകൾ മരിച്ചുപോയി. എന്നാൽ കർത്താവെ, നീ വന്ന് കൈവച്ചാൽ എൻ്റെ മകൾ ജീവിക്കും. ആ മനുഷ്യൻ്റെ ഉള്ളിൽ വ്യാപരിച്ച കർത്താവിലുള്ള ആഴമായ വിശ്വാസം, അദ്ദേഹത്തിന് മനസ്സിലായി ഇവൻ നിത്യജീവനാണ്, ഇവൻ ജീവൻ്റെ ഉടയവനാണ്, ജീവൻ്റെ ദാതാവ്, ജീവൻ്റെ വക്താവ്, ജീവൻ്റെ സൃഷ്ടികർത്താവാണ്. ഈ കർത്താവ് കരം വെച്ചാൽ മരണത്തിന് നീക്കുപോക്ക് കൽപ്പിക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മടങ്ങി വരും. അതുകൊണ്ട് അദ്ദേഹം കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നീ വന്ന് കരം വെച്ചാൽ എൻ്റെ മകൾ ജീവിക്കും. അപ്പോൾ ഈ വാക്യങ്ങളിലൂടെ കർത്താവിൻ്റെ 2 അത്ഭുത പ്രവൃത്തി അവിടെ കാണുന്നുണ്ട്. അതിലൊന്നാണ് ഇവിടെ സംഭവിക്കേണ്ടത്. മരിച്ച ഒരു കുഞ്ഞ് ജീവനിലേക്ക് മടങ്ങി വരണം. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിൽ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളൊരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്നുള്ളം കൊണ്ട് പറഞ്ഞു പിറകിൽ വന്നവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. ഇപ്പോൾ രണ്ടാമത് അവിടെ ഒരു സ്ത്രീ 12 സംവത്സരമായിട്ട് രോഗത്താൽ ഭാരപ്പെടുക. മറ്റൊരു ഭാഗത്ത് പല വൈദ്യന്മാരെ കണ്ടു, ഒരു സൗഖ്യവുമില്ലാതെ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഈ രോഗമാണ്. എന്നാൽ ഇവള് തിക്കിത്തിരക്കുന്ന ജനത്തിൻ്റെ ഇടയിലൂടെ കർത്താവിൻ്റെ അടുക്കൽ വന്ന്, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്നവൾ വിശ്വസിച്ചു. അപ്പോൾ ജനത്തിരക്കിൻ്റെ നടുവിലും ഇവൾ കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. അപ്പോൾ കർത്താവിൽ നിന്നൊരു ശക്തി അവളിലേക്ക് വ്യാപരിക്കപ്പെട്ടു. അവളിൽ സൗഖ്യം വന്നു. മറ്റൊരു വേദഭാഗത്തിൽ കർത്താവ് ഈ സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്, തന്നെ തൊട്ടതാര് എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ, ഇത്രയും ജനം നിന്നെ തിക്കിത്തിരക്കുമ്പോൾ നിന്നെ തൊട്ടതാര് എന്ന് ചോദിക്കുന്നത് എന്ത് എന്നുള്ള ഒരനുഭവമൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അനേകർ കർത്താവിനെ മുട്ടിയുരുമി തട്ടിയുരുമി കണ്ട് കടന്ന് പോകുന്നുവെങ്കിലും കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഒരേ ഒരു വ്യക്തിയിലേക്കാണ്. അത് ഈ സ്ത്രീയുടെ ശരീരത്തിലേക്കാണ്. അവളിലേക്ക് ആ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ 12 വർഷം തന്നെ ധിന്നിപ്പിച്ച, പ്രയാസപ്പെടുത്തിയ, കഷ്ടപ്പെടുത്തിയ, വേദനിപ്പിച്ച, തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയ ആ രോഗം ആ നിമിഷം അവളെ വിട്ടുമാറി. അപ്പോൾ ഇവളിൽ വ്യാപരിച്ച വിശ്വാസം കർത്താവിനെ പ്രശംസിച്ചു. അപ്പോൾ കർത്താവിൽ നിന്ന് ശക്തി മറ്റൊരുവനിലേക്ക് പകരപ്പെടുന്നത് മറ്റാരും അറിഞ്ഞില്ലെങ്കിലും കർത്താവ് വ്യക്തമായിട്ട് അറിയുന്നു. ആ പകർച്ച പ്രാപിച്ചെടുത്ത വ്യക്തിയും അത് തിരിച്ചറിയുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആ കർത്താവിൻ്റെ ശക്തി
നമ്മളിലേക്ക് പകരട്ടെ. അനേകരെ മുട്ടിയുരുമി തട്ടിയുരുമി കടന്നു പോകട്ടെ. എന്നാൽ കർത്താവിനെ കയറി പിടിക്കുവാനും ആ ശക്തി പ്രാപിച്ചെടുക്കുവാനും നമുക്ക് സാധ്യമായി തീരണം. അത് പ്രാപിച്ചെടുത്താൽ അവിടെ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, ആശ്വാസമുണ്ട്. എന്നെ ഭാരപ്പെടുത്ത, വേദനിപ്പിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന ഏത് വിഷയമാണെങ്കിലും അതിന് പരിഹാരം കർത്താവിനെ കയറി പിടിക്കുക. എങ്ങനെ പിടിക്കണം? വിശ്വാസത്തോടെ. അവൾ വിശ്വസിച്ചു, അവൾ സൗഖ്യം പ്രാപിച്ചു. തുടർന്നാണ് ആ പ്രമാണിയുടെ വീട്ടിലെത്തി. ഇപ്പം കരയുന്നവരുണ്ട്, അവരെല്ലാം പുറത്താക്കിയിട്ട് കർത്താവ് അകത്ത് കടന്ന് ബാലയുടെ കൈ പിടിച്ചു. ബാലയെ അവൾ എഴുന്നേറ്റു. ഈ വർത്തമാനം ദേശത്തൊക്കെയും പരന്നു. അപ്പോൾ അകത്ത് കയറി അവളുടെ കരത്തിൽ പിടിച്ച മാത്രമേ മരണത്തിന് നീക്കുപോക്ക് കർത്താവ് കൽപ്പിച്ചു. ആ മനുഷ്യൻ്റെ വിശ്വാസം, നീ തൊട്ടാൽ എൻ്റെ കുഞ്ഞ് ജീവിക്കും. ആ വിശ്വാസം പോലെ അവൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ കയറി പിടിക്കാം. കർത്താവെ, നീ ഒന്ന് തൊട്ടാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് കർത്താവിനെ ആഴമായി വിശ്വസിക്കാം. അതിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമുണ്ട്. ഇന്ന് പ്രഭാതത്തിലപ്പാ നിന്നെ കയറി പിടിച്ചുകൊണ്ട്, നിന്നിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ഈ കാലഘട്ടം ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.